ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിനുള്ള വായന 8-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. എഫ്രൈംകാർ ഗിദെയോനോട് പറഞ്ഞു, നീ എന്താണിങ്ങനെ ചെയ്തത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? അവർ അവനെ നിഷ്കരുണം കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനോടും തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം! എഫ്രായിമിലെ കാലപ്പെറുക്കൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം. മിദ്യാൻ പ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം! ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു. നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പമുണ്ടായിരുന്ന 300 പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാൻ്റെ മറുകര കടന്നു. സുക്കോത്തിലെ ജനങ്ങളോട് അവർ പറഞ്ഞു, ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാൻ രാജാക്കന്മാരായ സേബായെയും സൽമുനായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ്. സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു, സേബായും സൽമുനായും നിന്റെ കയ്യിൽപ്പെട്ടു കഴിഞ്ഞു. എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോൻ പറഞ്ഞു, ആകട്ടെ, സേബായെയും സൽമുനായെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കീറും. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി. അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു, വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും. സേബായും സൽമുനായും 10,000-ഓളം ഭടന്മാരോടുകൂടി കാർക്കോറിൽ താവളമടിച്ചിരുന്നു. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ. യുദ്ധം ചെയ്തവരിൽ 1,20,000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗിദെയോൻ നോബാഹിനും യോഗ്ബയ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു. സേബായും സൽമുനായും പലായനം ചെയ്തു. ഗിദെയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി. അനന്തരം യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് ഹെരേസ്കയറ്റം വഴി മടങ്ങി. വഴിയിൽ അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് എഴുതി കൊടുത്തു. ഗിദെയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ, സേബായും സൽമുനായും ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുനായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. ഗിദെയോൻ സേബായോടും സൽമുനായോടും ചോദിച്ചു, താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? അവർ മറുപടി പറഞ്ഞു, നിന്നെപ്പോലെ തന്നെയായിരുന്നു അവർ ഓരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു. അവർ പറഞ്ഞു, അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. തൻ്റെ ആദ്യജാതനായ യദറിനോട് ഗിദെയോൻ പറഞ്ഞു, എഴുന്നേറ്റ് അവരെ കൊല്ലുക. എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല. നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. അപ്പോൾ സേബായും സൽമുനായും പറഞ്ഞു, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ഫലവും. ഗിദെയോൻ അവരെ വധിച്ചു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു. ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദെയോൻ പറഞ്ഞു,
ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കുകയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. അവൻ തുടർന്നു, ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുക. മിദ്യാൻകാർ ഇസ്മായിലായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണക്കുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു. ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അത് ഇട്ടു. അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം 1700 ഷെക്കൽ ആയിരുന്നു. മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത്. ഗിദെയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഒഫ്രയിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. മിദ്യാൻ ഇസ്രായേലിന് കീഴടങ്ങി. വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഗിദെയോൻ്റെ കാലത്ത് 40 വർഷം ദേശത്ത് ശാന്തിയുണ്ടായി. ഗിദെയോൻ്റെ മരണം. യോവാഷിൻ്റെ മകൻ ജെറുബ്ബാബേൽ മടങ്ങി വന്ന് സ്വന്തം നാട്ടിൽ താമസമാക്കി. ഗിദെയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. അവന് ഷെക്കെമിലെ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായി. അബിമേലെക്ക് എന്ന് അവന് പേരിട്ടു. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. അവന് അബിയേസർ വംശജരുടെ ഒഫ്രയിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ബാൽ ദേവന്മാരെ ആരാധിച്ചു. ബാൽ ബരീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബ്ബാബേൽ ഗിദെയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിനുള്ള വായന 9-ാം അധ്യായം 1 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. ജെറുബ്ബാബേലിൻ്റെ പുത്രനായ അബിമേലെക്ക് ഷെക്കെമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു, നിങ്ങൾ ഷെക്കെം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ. ജെറുബ്ബാബേലിൻ്റെ 70 പുത്രന്മാരോടും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്നും ഓർത്തുകൊള്ളുവിൻ. അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അബിമേലെക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കെം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു. അവരുടെ ഹൃദയം അബിമേലെക്കിലേക്ക് ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു. ബാൽബെരീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയം എടുത്ത് അവർ അബിമേലെക്കിന് കൊടുത്തു. അവൻ കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി. അവൻ ഒഫ്രയിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി. സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാബേലിൻ്റെ മക്കളുമായ 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു. എന്നാൽ ജെറുബ്ബാബേലിൻ്റെ ഇളയ പുത്രൻ യോതാം ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഷെക്കെമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കെമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വച്ച് അബിമേലെക്കിനെ രാജാവായി വാഴിച്ചു. യോതാം ഇതറിഞ്ഞ് ഗരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷെക്കെം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവ് മരത്തോട് പറഞ്ഞു. ഒലിവ് മരം അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തിമരം അവരോട് പറഞ്ഞു, രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു,
നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. എന്നാൽ മുന്തിരി പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനോട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ വാഴുക. മുൾപടർപ്പ് പറഞ്ഞു, നിങ്ങളെന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമേലെക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവർത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവത്ഗണിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവൻ്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വച്ച് നിങ്ങൾ വധിച്ചു. എന്നിട്ട് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമേലെക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ശെക്കെമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലാത്ത പക്ഷം അബിമേലെക്കിൽ നിന്ന് തീ ഇറങ്ങി ശെക്കെമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ശെക്കെമിൽ നിന്ന് ബത്മില്ലോയിൽ നിന്നും തീ ഇറങ്ങി അബിമേലെക്കിനെയും വിഴുങ്ങട്ടെ. യോത്താം സഹോദരനായ അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്ത് ബേരിൽ ചെന്ന് താമസിച്ചു. അബിമേലെക്ക് 3 വർഷം ഇസ്രായേൽ ഭരിച്ചു. അബിമേലെക്കിനും ശെക്കെം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു. ശെക്കെം നിവാസികൾ അബിമേലെക്കിനെ വഞ്ചിച്ചു. അങ്ങനെ ജെറുബ്ബാലിൻ്റെ 70 മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി. അവരുടെ രക്തം ഘാതകനായ അബിമേലെക്കിൻ്റെയും കൂട്ടുനിന്ന ശെക്കെംകാരുടെയും മേൽ പതിച്ചു. ശെക്കെംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി. ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു. ഇത് അബിമേലെക്ക് അറിഞ്ഞു. ഏബദിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളുമായി ശെക്കെമിലേക്ക് നീങ്ങി. ശെക്കെം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു. അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു. തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമേലെക്കിനെ ശപിച്ചു. ഏബദിൻ്റെ പുത്രൻ ഗാൽ ചോദിച്ചു, ആരാണ് ഈ അബിമേലെക്ക്? അവനെ സേവിക്കേണ്ടതിന് ശെക്കെംകാരനായ നാം ആര്? ജെറുബ്ബാലിൻ്റെ പുത്രനും അവൻ്റെ കിങ്കരനായ സെബുലും ശെക്കെമിൻ്റെ പിതാവായ ഹമോറിൻ്റെ ആളുകളെ സേവിച്ചില്ലേ? ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു. ഞാൻ അവനോട് അവൻ്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങിവരൂ എന്ന് പറയുമായിരുന്നു. ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബുലൂനിന് കോപം ജ്വലിച്ചു. അവൻ അറുമായിൽ അബിമേലെക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു, ഗാലും അവൻ്റെ ആളുകളും ശെക്കെമിൽ വന്നിരിക്കുന്നു. നിനക്ക് എതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. അതുകൊണ്ട് നീ സൈന്യത്തോടും കൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. അബിമേലെക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ശെക്കെമിന് എതിരായി 4 ഗണങ്ങളായി പതിയിരുന്നു. ഗാൽ പുറത്തു വന്ന് നഗര കവാടത്തിന് മുമ്പിൽ നിലയുറപ്പിച്ചു. അബിമേലെക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്നെഴുന്നേറ്റു. ഗാൽ അവരെ കണ്ടപ്പോൾ സെബുലിനോട് പറഞ്ഞു, ഇതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. സെബുൽ അവനോട് പറഞ്ഞു, മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു, ഇതാ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. സെബുൽ ചോദിച്ചു, നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? നാം സേവിക്കാൻ അബിമേലെക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത്?
നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ഗാൽ ഷെക്കേം നിവാസികളുടെ നേതാവായി അബിമേലെക്കിനോട് പോരാടി. അബിമേലെക്ക് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്തു. പട്ടണ കവാടം വരെ അനേകർ മുറിവേറ്റു വീണു. അബിമേലെക്ക് അറുമയിൽ താമസമാക്കി. സെബുൽ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമേലെക്ക് അതറിഞ്ഞു. അവൻ സേനയെ 3 ഗണമായി തിരിച്ചു വയലിൽ പതിയിരുത്തി. പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ അവരെ എതിർത്തു കൊന്നു. അബിമേലെക്കും അവനോടുകൂടി ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗര കവാടത്തിൽ ചെന്ന് നിന്നു. മറ്റ് 2 ഗണങ്ങൾ വയലിൽ നിന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു. അബിമേലെക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി. അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു തുരത്തി, ഉപ്പു വിതറി. ഷെക്കേമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബെരീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ കടന്നു. ഷെക്കേം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരുന്നു എന്ന് അബിമേലെക്കിന് അറിവ് കിട്ടി. സൽമോൻ മലയിലേക്ക് അബിമേലെക്ക് പടയാളികളുമായി പോയി. അവൻ കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു. അത് തോളിലെടുത്ത് കൂടെയുള്ളവരോട്, ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ ഓരോ കെട്ട് വിറക് വെട്ടി അബിമേലെക്കിൻ്റെ പിന്നാലെ ചെന്ന കോട്ടയോട് ചേർത്തിട്ട് തീ വച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 1000-ഓളം വരുന്ന ഷെക്കേം ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് അബിമേലെക്ക് തെബ്സിയിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി. പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ഠ ഗോപുരമുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി. അബിമേലെക്ക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു. ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിൻ്റെ വാതിൽക്കലെത്തി. അപ്പോൾ ഒരുവൾ തിരിക്കല്ലിൽ പിള്ള എറിഞ്ഞ് അബിമേലെക്കിൻ്റെ തലയോട് ഉടച്ചു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ടു വിളിച്ചു. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. അവൻ വാളൂരി വെട്ടി. അബിമേലെക്ക് മരിച്ചു. അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. തൻ്റെ 70 സഹോദരന്മാരെ കൊന്നു. പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമേലെക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു. തൻ്റെ 70 സഹോദരന്മാരെ കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമേലെക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു. ഷെക്കേം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു. ജെറുബ്ബാലിൻ്റെ പുത്രനായ യോഥാമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.